സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഏവരെയും സ്നേഹപൂർവം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം എങ്ങനെ ദൈവഹിതം അറിഞ്ഞുള്ള ഒരു ജീവിതം നയിക്കാം എന്നതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. അതാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞത്, നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്നതല്ല പ്രധാനം, ദൈവഹിതം നിറവേറ്റുക എന്നതാണ് പ്രധാനം. കാരണം നന്മയാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പലതും ദൈവഹിതം ആകണം എന്നില്ല. അതാണ് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത് സംബന്ധിച്ച്, വിവാഹത്തിന് തിരഞ്ഞെടുക്കേണ്ട വ്യക്തിയെ, ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കേണ്ട വ്യക്തിയെ സംബന്ധിച്ച്, ഒരു പ്രത്യേകമായ ദൗത്യം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചു ഒക്കെ നമ്മൾ ദൈവഹിതം തേടാറുണ്ട്. പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായി ദൈവഹിതം തേടാറുണ്ടെങ്കിലും ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ദൈവഹിതം അന്വേഷിക്കാറില്ല. ആദവും ഹവ്വയും അവർ ചെയ്ത ആദ്യത്തെ പാപം എന്താണ്? ഡിസൊബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു. അത് ലോകത്തിലേക്ക് വലിയ നാശം കൊണ്ടുവന്നു. നമുക്ക് ആഗ്രഹത്തോടെ ഒന്നിച്ച് ചിന്തിക്കാം, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം എനിക്ക് കണ്ടെത്താം, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം എനിക്ക് പ്രാവർത്തികമാക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവഹിതത്തോട് അതേ എന്ന് ഉത്തരം നൽകിയ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ. പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ദൈവഹിതത്തോട് അതേ എന്ന് ഉത്തരം ചൊല്ലി. നമുക്കറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തോട് ഒബീഡിയൻസ്, അനുസരണ കാണിച്ചപ്പോൾ ഈ ലോകത്തിലേക്ക് രക്ഷ വരികയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവഹിതത്തോട് അതേ എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്, അത് ചെയ്യുന്ന പ്രവൃത്തിയോ സാഹചര്യമോ എന്തോ ആയിക്കോട്ടെ, അത് ദൈവഹിതത്തോട് എത്രത്തോളം ചേർന്നതാണ്, എത്രത്തോളം ഐക്യമുണ്ട് എന്നുള്ളതായിരുന്നു. വിശുദ്ധ കൊച്ചുരേസ്യ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ലക്ഷ്യം അത് എത്രത്തോളം മനോഹരമായി ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഹിതത്തോട് എത്രത്തോളം യോജിച്ചതായിരുന്നു എന്നതാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് നമ്മോട് പറയുന്നുണ്ട്. ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം, വലിയൊരു തെറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ രീതിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല, മറിച്ച് എൻ്റെ തന്നെ രീതിയിൽ ഞാൻ ദൈവത്തെ. അപ്പോൾ അതിന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. അതായത് ദൈവം സഹനത്തിലൂടെ ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നല്ല ആരോഗ്യത്തിൽ ഓടി നടന്ന് ശുശ്രൂഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണോ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുദിനം അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഒരു വലിയ തെറ്റെന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് അവരുടെ ഡയറിയിൽ അവർ എഴുതിയിട്ടുണ്ട്, ദൈവം എന്നെ മനസ്സിലാക്കി തന്ന ഒരു വലിയ സത്യം ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇവരൊക്കെ വിശുദ്ധരുടെ ലൈഫിലൊക്കെ കാണാവുന്നത് ഈ ദൈവഹിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എപ്പോഴും ആ ആഗ്രഹത്തോടെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും അത് നിറവേറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. വിശുദ്ധ ആവിലായിലെ വിശുദ്ധ തെരേസ പറയുന്നുണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ഹിതത്തോട് ചേരുന്നതാണ്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ദൈവഹിതത്തെക്കുറിച്ച് വിശുദ്ധയുടെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെയായിട്ട് സഭാ മക്കളോടും ലോകത്തോടും മുഴുവനായിട്ട് പറഞ്ഞൊരു വലിയ കാര്യം, അദ്ദേഹം പറയുമായിരുന്നു, ദൈവഹിതം വെളിപ്പെട്ട് കിട്ടാനായിട്ട് ദൈവത്തിന് മുമ്പിൽ ശക്തമായി ഓരോ സഭവിശ്വാസികളും പ്രാർത്ഥിക്കണം. ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദൈവഹിതം നിറവേറ്റുവാനുള്ള ആഗ്രഹത്തിനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി ദൈവഹിതം നിറവേറ്റേണ്ട ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാലും ഈ ദൈവഹിതം നിറവേറ്റണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്, ഗ്രേസ് വേണം. ആ ഗ്രേസിനായിട്ട്, ആ ദൈവഹിതം നിറവേറ്റുവാനുള്ള കൃപയ്ക്കായിട്ടും ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള പ്രാർത്ഥനകളാണ് അവിടെ ഫ്രാൻസിസ് പാപ്പ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ദാവീദ് രാജാവ് ആദ്യം പോയിട്ട് ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം പോയി യുദ്ധം ചെയ്യും, വലിയ വിജയം ദൈവം കൊടുക്കുകയാണ് ദാവീദ് രാജാവിന്. ഫിലിസ്തീർക്കെതിരെ ജയിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ ഫിലിസ്തീർ വീണ്ടും യുദ്ധത്തിന് ദാവീദ് രാജാവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ ചിന്തയിൽ, മാനുഷികമായ ചിന്തയിൽ, ഒരു പ്രാവശ്യം നമ്മൾ ദൈവത്തോട് ദൈവഹിതം ചോദിച്ചു, ദൈവം പോയി യുദ്ധം ചെയ്തോളം പറഞ്ഞു, നമ്മൾ ജയിച്ചു. വീണ്ടും അവർ വന്നിരിക്കുന്നു, വീണ്ടും നമ്മൾ പോയിട്ട് യുദ്ധം ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷെ അവിടെ ദാവീദ് രാജാവ് ദൈവത്തിന് മുമ്പിൽ വീണ്ടും കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്, എന്താണ് ദൈവഹിതം, ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടയോ? അവിടെ ദൈവം പറയുന്നുണ്ട്, നീ യുദ്ധം ചെയ്യണം, പക്ഷെ നേരെ പോയി യുദ്ധം ചെയ്യണ്ട, അവരുടെ പിന്നാലെ പോയിട്ട് അവരെ ആക്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ദാവീദ് ചെയ്തു. അവിടെയും ദാവീദ് വിജയം വരിച്ചു. അപ്പോൾ നേരത്തെ മാത്തച്ചായൻ പറഞ്ഞ പോലെ, ചെറുതായാലും വലിയ കാര്യമായാലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ദൈവഹിതം എന്താണെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അതിനുള്ള വഴി തുറന്ന് നമുക്കതിനുള്ള ദൈവ കൃപയാൽ നിറച്ച് നമ്മളെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCCയിൽ മനുഷ്യവ്യക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും മനുഷ്യവ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്.
ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഓരോ വ്യക്തിയും അതായത് സ്വന്തം പ്രവർത്തികൾ തുടങ്ങാനും നിയന്ത്രിക്കാനും കഴിവുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയായിട്ട്, അങ്ങനെ ഒരു മഹാത്മ്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ ബുദ്ധിശക്തിയുള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹവും നിശ്ചയവും ഇതാണ്. അതായത് തന്നെ ആലോചനാ ശക്തിയിലൂടെ നമ്മൾ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കണം, നിയന്ത്രണത്തിൻ്റെ കീഴിലായിരിക്കണം. അതായത് എൻ്റെ തന്നെ ഓൺ കൗൺസിൽ, ആ ആലോചനാ ശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കണം എൻ്റെ തീരുമാനങ്ങൾ. എന്നെ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്വമേധയാ സ്വന്തം സൃഷ്ടാവിനെ അന്വേഷിക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അങ്ങനെ ഒരു സൗഭാഗ്യപൂർണമായ ജീവിതത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ചോയ്സ് ഉണ്ട്. എന്ത് ചെയ്യണം, ഇന്നത് ചെയ്യണോ വേണ്ടയോ എന്നൊരു ചോയ്സ് ഉണ്ട്. ഈ ചോയ്സ് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മെ സഭ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അത് ദൈവത്തോട് ചേർന്നതാണെങ്കിൽ, എൻ്റെ തീരുമാനം ദൈവഹിതത്തോട് ചേർന്നതാണെങ്കിൽ അത് പൂർണ്ണമായ ഒരു വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മെ സ്വതന്ത്രരാക്കും. എൻ്റെ തീരുമാനം ദൈവഹിതത്തോട് ചേർന്നതല്ല എങ്കിൽ അതെന്നെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം, എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യപൂർണമായ ഒരു ജീവിതവും അതോടൊപ്പം ഒരു വിശുദ്ധിയിൽ ഉള്ള വളർച്ചയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഞാൻ സ്വമേധയാ സ്വതന്ത്രമായിട്ട് എൻ്റെ സ്വതന്ത്ര മനസ്സോടെ ഞാൻ ദൈവത്തിൻ്റെ ഹിതം അറിയുകയും ആ ഹിതം ചെയ്യാൻ, ദൈവഹിതം നിറവേറ്റാൻ ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നിറയുന്നത്, സമാധാനം നിറയുന്നതെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യം, അത് നമ്മളിൽ ഉണ്ടാകേണ്ട 2 ആറ്റിറ്റ്യൂഡാണ്. ഒന്നാമത്, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വലിയ മഹത്വത്തിന് കാരണമാകുമോ എന്നിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ്. എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് ദൈവനാമത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത്, അപ്പം അത് ഞാൻ ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുള്ളതും. രണ്ടാമതായിട്ട്, ഒരു അടിയുറച്ച വിശ്വാസം, അത് ഒരു തീരുമാനം. ഞാൻ ദൈവഹിതം മാത്രമേ പ്രവർത്തിക്കൂ. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ച് മഹത്തരമായൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനല്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള ഉറച്ച ബോധ്യം. ജെറമ്യ 29:11 നമ്മൾ കാണുന്നത് പോലെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, നിനക്ക് ഐശ്വര്യമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഞാൻ ദൈവഹിതമേ ചെയ്യൂ. കാരണം അത് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള. അപ്പം ആ ഒരു ചിന്ത, ഈ 2 ചിന്തകൾ, ഒന്ന് ദൈവമഹത്വത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഏതാണ്, അത് ഞാൻ ചെയ്യൂ. 2, ദൈവഹിതം മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ, കാരണം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതിയുണ്ട്. ഈ 2 ബോധ്യം, ഈ ആറ്റിറ്റ്യൂഡ് ദൈവഹിതം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. ഏത് നന്മയായാലും, എത്ര വലിയ ശുശ്രൂഷയായാലും, എൻ്റെ ബേസിക് കോളിന് അത് തടസ്സമാണെങ്കിൽ അതൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വിളിക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ ചെയ്തെടുക്കുന്ന വലിയ കാര്യങ്ങളല്ല, നമ്മളുടെ വിളിയോട് എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സിമ്പിളായിട്ട് എൻ്റെ ബേസിക് കോളിന് തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാം, അത് ദൈവഹിതപ്രകാരം ആകണമെന്ന് നിർബന്ധം ഇല്ല എന്ന് നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് വിലയിരുത്താം. നമ്മളെടുക്കാൻ പോകുന്ന തീരുമാനം ദൈവഹിതമാണെങ്കിൽ അത് ചെയ്യാനായിട്ടൊരു വലിയ ആഗ്രഹം, തീക്ഷണമായൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ കൊണ്ടുവരും. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത്, അദ്ദേഹത്തിന് 2 ജോലി കിട്ടി, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇതിൽ ഏതെടുക്കണം ആൻസർ. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ജോലിക്ക് ശമ്പളം കുറച്ച് കൂടുതലുണ്ട്, ഒരു ജോലിക്ക് അത്രയും സാലറി ഇല്ല, പക്ഷേ
ആ ജോലി എടുക്കാനായിട്ട് ആ കമ്പനിയിൽ ചെന്നതുപോലെയാണ് എൻ്റെ ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളുക. പിന്നെ ഞങ്ങൾ വീണ്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റേ കമ്പനിയുടെ ഓഫർ ലെറ്റർ വരാൻ കുറച്ച് തടസ്സങ്ങളുണ്ടായി, കുറച്ച് തടസ്സങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ശരിക്കും അത് ദൈവം അദ്ദേഹത്തിൽ നിക്ഷേപിച്ചതാണ്. ആ ഒരു ജോലി എടുക്കാനായിട്ട് കുറച്ച് ശമ്പളം കുറവാണെങ്കിലും ദൈവഹിതം അതാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ആ കമ്പനിയിൽ തന്നെ അദ്ദേഹം ജോലിക്കായിട്ട് പ്രവേശിച്ചു. അപ്പം ഇതുപോലെ ഏതെങ്കിലും ദൈവഹിതമാണെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് ദൈവം നമ്മളിൽ ശക്തമായൊരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ പിന്നീട് ഒരു എക്സാമ്പിളും കൂടി ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി, ഒരു ആത്മീയ സുഹൃത്ത്, അദ്ദേഹത്തിന് ദൈവവചനം പറയാനായിട്ട് ഭയങ്കര ആഗ്രഹം. ധ്യാനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ കൃപയും കിട്ടി. വചനത്താൽ അദ്ദേഹത്തെ നിറച്ചു. വചനം വായിക്കണം, വചനം പഠിക്കണം, ഭയങ്കര ആഗ്രഹം. പക്ഷെ അദ്ദേഹം അന്ന് ഷെയർ ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന് കുറേ ബലഹീനതകളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബലഹീനതകളുള്ളപ്പോൾ ഞാനെങ്ങനെ വചനം പറയും? ഈ ബലഹീനതകൾ മാറിയിട്ട് ഞാൻ വചനം പറയാം. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയി. അവിടെ പ്രസംഗ സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ബോധ്യം കൊടുത്തു. അതായത് ബലഹീനതകളുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതമാണ്. ആ ദൈവഹിതം നമ്മൾ ചെയ്യുമ്പോൾ ആ ദൈവഹിത നിറവേറ്റലിലൂടെ നിന്റെ ബലഹീനതകൾ ദൈവം വിശുദ്ധീകരിക്കും. അപ്പോൾ ദൈവം ഹൃദയത്തിൽ ശക്തമായ ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുകയും നമ്മളത് മുന്നോട്ട് പോകുവാനുള്ള വലിയ ഒരു ധൈര്യം നമ്മൾ കാണിക്കുകയും വേണം. അതുപോലെ തന്നെ ദൈവഹിതം നമ്മുടെ മനസ്സിന് ആനന്ദം തരും. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാ ഫലങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ദൈവഹിതമാണോ അല്ലയോ എന്ന്. ദൈവഹിതമാണെങ്കിൽ അവിടെ സമാധാനമുണ്ടാകും, സ്നേഹമുണ്ടാകും, ആനന്ദമുണ്ടാകും. ദൈവഹിതമല്ലെങ്കിലോ അവിടെ അസ്വസ്ഥതകളും വെറുപ്പും ഒന്നാമനാകാനുള്ള പ്രവണതയും കടുംപിടുത്തവും വാശിയും ഇതൊക്കെ വരുമ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം അത് ദൈവഹിതം അല്ല എന്ന്. അപ്പോൾ ദൈവഹിതമാണെങ്കിൽ അവിടെ ഒരു പരിശുദ്ധാത്മാവ് ഒരു ആനന്ദം തരും. അപ്പം അതിനർത്ഥം ദൈവഹിതം പ്രവർത്തിക്കുമ്പം സഹനങ്ങളും തകർച്ചകളും ഉണ്ടാകില്ല എന്നല്ല. ദൈവഹിതമാണെങ്കിൽ കൂടി നമ്മളത് പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. പക്ഷേ മനസ്സിനൊരു ആനന്ദവും സ്നേഹവും സമാധാനവും ആ കഷ്ടപ്പാടിൻ്റെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിലും ഉണ്ടാകും. ഇല്ലെങ്കിലോ എപ്പോഴും ഒരു അസ്വസ്ഥതയും ഒരു വെറുപ്പും സമാധാനമില്ലായ്മയും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫലം. അപ്പോൾ ആ പരിശുദ്ധാത്മ ഫലങ്ങളിൽ നിന്നും നമുക്ക് ദൈവഹിതം ഏതാണ് ഏതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ അപ്പനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യും. അമ്മേനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഇഷ്ടം നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. ഈശോൻ പറഞ്ഞാൽ അതാ, പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നു. അപ്പോൾ ദൈവഹിതം ആണോ അല്ലോ എന്ന് അറിയാനായിട്ട് നമ്മൾ പറയുമ്പോൾ ഒപ്പം നമുക്ക് പറയാവുന്ന വലിയൊരു കാര്യം ഇതാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നാണ്. അതാണ് ശരിക്കും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നു. ഇനി തിരിച്ചും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നുണ്ട്, പെർഫെക്റ്റ് ലവ്, പൂർണ്ണമായ ദൈവസ്നേഹം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റലാണ്. ഞാൻ പണ്ട് ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അച്ഛൻ്റെ ടോക്കിൽ കുറേ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, ഒരു മരത്തിൻ്റെ എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിളാണ്. മരത്തിൻ്റെ എക്സാമ്പിളിൽ അച്ഛൻ പറയാം, ആ മരത്തിൻ്റെ ഒരു കൊമ്പ് അതിൽ നിന്ന് മുറിഞ്ഞ് അല്ലെങ്കിൽ ഒടിഞ്ഞ് താഴെ വീണ് കിടന്നിട്ട് ഈ കൊമ്പിനോട് തന്നെ ചോദിക്കുകയാണ്. മരത്തിൻ്റെ കൊമ്പ് മരത്തിൽ നിന്ന് വേർപെട്ട് താഴെ കിടന്നിട്ട് കൊമ്പ് ചോദിക്കുകയാണ്, എൻ്റെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ആ കൊമ്പ് കുറച്ച് നേരം കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ അത് ആരെങ്കിലും കാലുമ്പോൾ തട്ടാണ്ടിരിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് മാറ്റിയിടും, പിന്നെ അത് കത്തിക്കും. അത്രേ ഉണ്ടാവുള്ളൂ അതിൻ്റെ. പക്ഷേ അച്ഛൻ എന്നിട്ട് അടുത്ത ഒരു ഓപ്ഷൻ പറയാണ്, ഈ കൊമ്പ്
മരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ആ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. കാരണം കൊമ്പ് ആ മരത്തിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം എന്ത് ഫലമാണോ ആ ചില്ലയിൽ അല്ലെങ്കിൽ ആ ശാഖയിൽ ഉണ്ടാകേണ്ടത് അത് ഉണ്ടായിക്കോളും. അപ്പോൾ എല്ലാ വിശുദ്ധരും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ വചനത്തിലൂടെയും കാണുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, അതായത് നീ ദൈവത്തെ സ്നേഹിക്കുക, എന്നിട്ട് എന്ത് ചെയ്താലും അത് ദൈവഹിതമാവും എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി ആത്മാർത്ഥമായി ട്രൂ ലവ് എന്ന് തന്നെ പറയണം. യഥാർത്ഥ ദൈവസ്നേഹത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ പറഞ്ഞ ഉദാഹരണം പോലെ ആ ചില്ലയിലൂടെ എന്ത് ഫലം ഉണ്ടാകണമെന്ന് ആ മരം ആഗ്രഹിക്കുന്നോ അത് അതിലുണ്ടാവും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, ട്രൂ ലവ്, ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ നടപ്പാക്കി അല്ലെങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനമായൊരു കാര്യമാണ് നമ്മൾ ദൈവഹിതം തിരിച്ചറിയാനായിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. നമ്മുടെ എൽഡേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ എൽഡേഴ്സ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എൽഡർ ഉണ്ടെങ്കിൽ എൽഡറുമായിട്ട് നമുക്ക് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ പാരൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയും. അവരോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അവരെന്നോട് പറയും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പ്രത്യേകം പറയും, ഞങ്ങളീ പറയുന്ന കാര്യങ്ങൾ നിൻ്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ ഇത് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഫൈനൽ തീരുമാനം ഞാനായിരിക്കും എടുക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കൺസൾട്ട് ചെയ്യാൻ നമ്മുടെ എൽഡറുണ്ട്, നമ്മുടെ പാരൻസ്, അതുപോലെ എനിക്കറിയാവുന്ന ഒരു ആത്മീയ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ ദൈവഹിതമാണോ എന്നറിയാനായിട്ട് അദ്ദേഹം ഭാര്യയുമായിട്ട് ചേർന്ന് തിരുവോസ്തിരൂപനായ ഈശോയുടെ മുമ്പിൽ രണ്ടുപേരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ച് ശാന്തമായിട്ടിരുന്ന്, അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിന് വളരെ ശാന്തത തരികയാണെങ്കിൽ, ഒരു ആഴക്കടൽ പോലെ ശാന്തത തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഗോ ഹെഡ് എന്നുള്ള മെസ്സേജാണ്, ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും, അത് ഇതുവരെയും ദൈവഹിതം ആയിട്ടേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇതുപോലെ നമ്മൾക്കിങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് തന്നെ കൺസൾട്ട് ചെയ്യാം. ഇനി കൗൺസിലിങ്ങിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദൈവഹിതം നമ്മൾ എടുക്കാൻ പോവുകയാണ്, ദൈവഹിതമാണെന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്താണ്, ആ ദൈവഹിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഒന്ന് ചോദിക്കാം. നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ തെറ്റായ രീതിയിലും അൺഫോർച്ചുനേറ്റ്ലി പോകുന്നുണ്ട്. ചില വ്യക്തികൾ ഒരു കണിയാൻ്റെ അടുത്ത് പോകുന്നത് പോലെയാണ് കൗൺസിലറുടെ അടുത്ത് പോകുന്നത്. എൻ്റെ വീട് പണി എപ്പോൾ കഴിയും, എൻ്റെ പെരപണി, എൻ്റെ ഇത് അങ്ങനെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിരത്തി അതിൻ്റെ ഫലം അറിയാനായിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളിന്ന് വീണു പോകുന്നു. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ദൈവഹിതം ആണ് എന്ന് നമുക്ക് ബോധ്യം കിട്ടി, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ കാര്യങ്ങൾ കൗൺസിലിങ്ങിലൂടെ നമുക്ക് ചോദിച്ചറിയുന്നതും ഒത്തിരി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ദൈവഹിതം തിരിച്ചറിയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അതായത് ദൈവവചനം, സഭയുടെ പ്രബോധനം, എൻ്റെ മനസാക്ഷി, എന്നിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന, ഇതിലേതെങ്കിലും ഒന്ന് നോ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പാടില്ല. സഭയുടെ പ്രബോധനവും ദൈവവചനവും എൻ്റെ മനസാക്ഷിയും എൻ്റെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും ഒക്കെ എല്ലാം യേശു പറയുകയാണെങ്കിൽ ഗോ ഹെഡ്, അത് ദൈവഹിതം ആയിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് 13 വർഷത്തിന് ശേഷമാണ്. 12ാമത്തെ വർഷമാണ്. പാരോ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാണ്, ഒന്ന് പോയി കാണുക, എന്താണ് കാരണം എന്ന് അറിയാമല്ലോ. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പോയി ഡോക്ടറെ കണ്ടു, ടെസ്റ്റുകളൊക്കെ നടത്തി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഡോക്ടേഴ്സ് അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, തനിക്ക് കുട്ടികളുണ്ടാകത്തില്ല, തനിക്ക് കൗണ്ടില്ല,
ഒട്ടുമില്ല, തനിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല. ഒരു മാർഗമേ ഉള്ളൂ, IVF ചെയ്യണം. അപ്പോൾ നമ്മുടെ 12 വർഷമായ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളുണ്ടാകണം എന്നുള്ള ദൈവഹിതമല്ലേ? അപ്പം അതിനുള്ള ഒരേ ഒരു മാർഗം IVF ആണെങ്കിൽ എന്നുള്ള ചിന്ത മനസ്സിൽ വരാം. പക്ഷെ അവിടെയുള്ള ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം? സഭയുടെ പ്രബോധനം അനുസരിച്ച് IVF പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം ഞാനത് ചെയ്താൽ അത് ദൈവ തിരുഹിതത്തിന് വിപരീതമാണ്. അത് 13 വർഷം കഴിഞ്ഞ് ദൈവം ഒരു കുഞ്ഞിനെ തന്നപ്പോൾ 3 മക്കളായി. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് സഭയുടെ പ്രബോധനം, ദൈവത്തിൻ്റെ വചനം, എൻ്റെ സ്വന്തം മനസാക്ഷി, എൻ്റെ ഉള്ളിലെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം യേശു പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അതാണ് ദൈവഹിതം. ഇതിലേതെങ്കിലും ഒന്ന് നോ പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും, ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാനായിട്ട് ഒരു ബോധപൂർവമായ ശ്രമം, നല്ല പ്രാർത്ഥന നമുക്ക് വേണം. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടാകാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമുക്കറിയാം, വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവഹിതത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹവും അത് നിറവേറ്റാനുള്ള ഒരു ശ്രമവും ഉൾക്കൊള്ളുന്നതാണ്. നമുക്കും അതേപോലെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ദൈവഹിതത്തെക്കുറിച്ച് ആരായാൻ, ദൈവത്തോട് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹിതം എന്ത് എന്ന് ചോദിക്കാനും അതിനായി ആഗ്രഹിക്കാനും അത് നിറവേറ്റാനുമുള്ള നല്ലൊരു ശ്രമം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. വിശുദ്ധ കുർബാനയിലൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ആത്മാവും ശരീരത്താലും സജ്ജീകൃതമായി സ്വതന്ത്രമായി ദൈവഹിതം നിറവേറ്റാൻ വേണ്ട ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. അതിന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതത്തിന് എതിരായിട്ടുള്ളവയെ, ദൈവഹിതത്തിന് തടസ്സമായിട്ടുള്ളവയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് നീക്കം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തോട് എപ്പോഴും ചേർന്നതാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന